നമസ്കാരം. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ ഫൺ ഫീൽഡ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ നമുക്ക് ഈ ഷോയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. ഒപ്പം നമ്മളോട് ജോയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് താരങ്ങളെ കൂടി ക്ഷണിക്കുകയാണ്. ബിനു അടിമാലി ആൻഡ് ഉല്ലാസ് പന്തളം. രണ്ടുപേർക്കും സ്വാഗതം. അടുത്തായിട്ട് നമ്മളൊരു സ്കിറ്റ് കാണാൻ പോവുകയാണ്. സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ടീമിന്റെ പേരാണ് കോമഡി മേക്കേഴ്സ്. ആരാണ് ക്ലാസ്സിൽ വിസിലടിച്ചത്? ഇങ്ങനെ വിസിലടിച്ച ആരാണെന്ന് ഞാൻ ചോദിച്ചത്. സാറേ അങ്ങനെയല്ല വിസിലടിച്ചേ. ഇങ്ങനെയല്ല വിസിലടിച്ചേ. അങ്ങനെയല്ലല്ലേ, ഇങ്ങനെ വിസിലടിച്ച ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. ക്ലാസ്സിൽ പഠിക്കാൻ വന്നാൽ പഠിക്കാൻ വരണം, അല്ലാതെ വിസിലടിക്കാനാണെന്നുള്ള ഞാൻ സമ്മതിക്കത്തില്ല. ആരാണെന്ന് സത്യം പറയണം. സാറേ ഇങ്ങനെ അടിച്ചേ, മറ്റേ പാട്ടിന് അടിച്ച ആള് ഇന്ന് വന്നില്ല. വന്നില്ലേ? ആഹാ, അപ്പൊ ഇങ്ങനെ അടിച്ച ആള് വന്നില്ല. അങ്ങനെ അടിച്ച ആള് വന്നിട്ടില്ല. വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ ചെവി കൊണ്ട് കേട്ടാന്നേ. എന്നിട്ട് വന്നില്ല അന്ന്. മണി 11 പിള്ളേരാണെന്നുണ്ടെങ്കിൽ 9 മണിയായപ്പോ തന്നെ വന്ന് ക്ലാസ്സിലിരുന്ന് 10 മണിക്ക് ക്ലാസ് തുടങ്ങേണ്ടതാ. ഒറ്റ സാറന്മാര് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ സമയത്തിനല്ലേ വന്നത്. നീ ഇവിടുത്തെ സാറല്ലല്ലോ, പിയൂണല്ലേ? സാർ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 8-9 വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ MA LLB അറിയാമോ? ഇവിടെ MA LLB എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം വന്നിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല. കയ്യിൽ ചുള വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ കോളേജ് ഇവിടെ തുടങ്ങിയത്. മനസ്സിലായോ? ഈ 9 വരെ പഠിച്ച ഞാൻ ഇപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പാളും MA B.Ed വരെ പഠിച്ച നീ ഇവിടുത്തെ തൂപ്പുകാരനും തുടപ്പുകാരനും പിയൂണും. ഇവരല്ലെങ്കിലും ബുദ്ധിയില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. അതാ പറഞ്ഞത്. സംഗതി വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യമില്ല. വന്നല്ല വനമാല. പിന്നെ നട്ടിച്ചക്കാനല്ലോ ഗുഡ് മോർണിംഗ്. സമയം എത്രയാണെന്ന് അറിയാമോ? 11:30 മണിയായി. 10 മണിക്ക് ക്ലാസ് തുടങ്ങേണ്ടതാ. 9:30 മണിയായപ്പോൾ തന്നെ പഠിക്കേണ്ട വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നിൽക്കുക. ഒറ്റ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എൻ്റെ പൊന്നു ടീച്ചറെ, വരാൻ വൈകുമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. ഇത് ബെല്ലടിക്കും കട്ട് ചെയ്യും, ബെല്ലടിക്കും കട്ട് ചെയ്യും. ഇന്നലെ രാത്രി തന്നെ ഒരു 10-12 മണിയായപ്പോൾ എനിക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ ടീച്ചറെ വിളിച്ചതാ. അപ്പോഴും ബെല്ലടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അത് നേരെ സാറേ. അതെ, ഈ 12 മണി കഴിഞ്ഞാലുണ്ടല്ലോ ചില അലവലാദികള് ഈ മിസ് കോളും മെസ്സേജും ഒക്കെ ആയിട്ട് ഇവന്മാരുടെ തലയിലൊന്ന് ഇടിത്തീ ദൈവമേ, ഞാൻ അത് ആലോചിക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല പോട്ടെ, ഇന്ന് രാവിലെ അല്ലേ വിളിച്ചിട്ടില്ല കട്ട് ചെയ്ത് കളഞ്ഞത്? സാറേ ഈ ഫോൺ കണ്ടോ? ഇതിലൊന്നും അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കൂലേ, ഇങ്ങോട്ട് വിളിച്ചാലും കേൾക്കില്ല. പിന്നെ എന്റെ ഹസ്ബൻഡ് ഗൾഫിലാന്ന് സാറിന് അറിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ആപ്പിളോ ബ്ലാക്ക്ബെറിയോ, പക്ഷെ ആളെ ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ലെന്നേ. അയ്യോ, സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി മേടിച്ചു തരാത്തത്. ഞാനൊരു കാര്യം ചെയ്യാം, 1 കിലോ ഓറഞ്ച് മേടിച്ചു തരാം ടീച്ചർ, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അയ്യോടാ. അതെ, എന്താ വല്ലതും നടക്കുമോ? അപ്പൊ ഈ പിള്ളേര് ഇവിടെ വന്നിട്ടുണ്ട്, അവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ശരി. സാറേ ഗുഡ് മോർണിംഗ്. വന്നല്ലോ, ഓരോരുത്തർ വന്നു. എടോ മണി 11 ഇപ്പോഴാണോ എഴുന്നള്ളുന്നത്? അതിനെന്നാ കുഴപ്പം? അതിനല്ല കുഴപ്പമെന്നോ? എന്റെ സാറേ, എനിക്ക് 3-4 മൂട് റബ്ബർ രാവിലെ വെട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എടോ അതൊക്കെ രാവിലെ എഴുന്നേറ്റ് വെട്ടണം. 600 ഗുണവായില്ലേ ശമ്പളമായിട്ട് തരുന്നത്? അത് തന്നിട്ട് തന്നെ 3 മാസമായി. ഞാൻ തരാം. ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഈ കോളേജിൽ ഉത്തരവാദിത്തമുള്ള ഒറ്റ ഒരു മാഷ് മാത്രമേ ഉള്ളൂ, സതീശൻ മാഷ്. രാവിലെ 9:30 മണിക്ക് വന്നിട്ട് നേരെ ക്ലാസ് പഠിക്കാൻ വേണ്ടി പിള്ളേരുടെ അടുത്ത് പോയേക്കുവാ. ഇന്നേ വരെ ഇപ്പൊ 2 പീരീഡ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പോലും പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ക്ലാസ് എടുക്കുവാന്നാ സാറിന്റെ വിചാരം? ഇല്ലല്ലാതെ. ഞാൻ ആ ക്ലാസിന്റെ മുന്നിൽ കൂടെ ഇങ്ങോട്ട് വന്നത് കണ്ടു. കണ്ടില്ലായിരുന്നു? ഒരു കണക്കെട്ട് കൊടുത്തിട്ട് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പിള്ളേർ പിടിച്ച് പൂട്ടിയിട്ടേക്കുവാ. പിന്നെ തനിക്ക് തുറന്നുവിടായിരുന്നില്ലേ? എന്നിട്ട് വേണം എന്നെ പിടിച്ച് പൂട്ടിയിടാൻ. എന്നാ ചെയ്യണോ ഇപ്പൊ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ്, 4 മണിയാകുമ്പോൾ ക്ലാസ് വിടുമല്ലോ, പിള്ളേർ ഇറങ്ങി പോകുമ്പോ ഇങ്ങനെ പോന്നോളും. മതിയല്ലേ? നമ്മൾ ഇടപെടാതിരിക്കുന്ന നല്ലത്. ഇന്നലെ അനൗൺസ്മെന്റ് കേട്ടായിരുന്നോ? പിന്നെ ഇവിടുത്തെ അനൗൺസ്മെന്റ് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ഈ കോളേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ലോക തോൽവിയായിരുന്നു അനൗൺസ്മെന്റ് കേട്ടോ. അനൗൺസ്മെന്റ് ചെയ്തത് ആരാ എഴുതി കൊടുത്താരാ? സാറ് എഴുതി കൊടുത്ത ഞാനാ. അനൗൺസ്മെന്റ് അവനാ പറഞ്ഞത്. സാറിന്റെ കൈയക്ഷരത്തിലാണ് എഴുതി തന്നത്. നീ ഒന്ന് പറഞ്ഞടാ. ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത ആ രീതിയിൽ ഞാൻ ഒന്ന് വായിക്കാം. പ്രിയമുള്ള നാട്ടുകാരെ,
കഴിഞ്ഞ തവണ 100% വിജയം കരസ്ഥമാക്കിയ നിരവധി A+കൾ നേടിയ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്ന മാതാപിതാക്കളുടെ വിശ്വസ്ത സ്ഥാപനമായ പ്രതിഭ കോളേജിന്റെ എതിർവശമായി നാരായൺ കോളേജ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇതിനകത്ത് നമ്മുടെ കോളേജിന്റെ പേരെന്തോ? നാരായൺ കോളേജ്. ഇപ്പൊ ഇത് പ്രതിഭ കോളേജിന്റെ അനൗൺസ്മെന്റ് കൊണ്ടിരിക്കുന്നല്ലോ. അതാണ് എന്റെ ബിസിനസ് ട്രിക്ക്. ചേട്ടാ, നമ്മൾ നാരായൺ കോളേജ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് അറിയപ്പെടുന്ന എന്തെങ്കിലും സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാലേ നാട്ടുകാർ അറിയപ്പെടുള്ളൂ. ഉദാഹരണം എനിക്ക് മനസ്സിലായില്ല. അതായിരുന്നത് എന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ. എനിക്കും അറിയത്തില്ലല്ലോ. പക്ഷെ ബിവറേജിൽ അവിടെ 4ാമത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിവറേജിൽ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണം, വീട് കൊണ്ടു കാണിച്ചു കൊടുക്കും എന്റെ വീട്. ഞാനും അങ്ങനെ തന്നെ വന്നത്. അതാണ് അതിന്റെ ട്രിക്ക്. ആ ടെക്നിക്ക് കൊള്ളാം. സാറേ ഗുഡ് മോർണിംഗ്. 4 വർഷമായിട്ട് ഈ കോളേജിൽ പഠിക്കുക. അതെ. ഇപ്പോഴും ഇവന് ഈ തിരുമുറ്റത്തുനിന്ന് അങ്ങോട്ട് പോകണമെന്നില്ല, ഈ ബെഞ്ചാ തന്നെ ഇരിക്കണമെന്നാ. അതിലൂടെ മരം കയറി കൊടുക്കണമെന്ന്. ചുമ്മാതല്ലടാ, ഈ 4 വർഷമായിട്ട് ഇവിടെ തന്നെ നീ പഠിക്കുന്നത്. കവളത്തൊക്കെ വരച്ചു വെച്ചേക്കുന്നത് പുതിയ സ്റ്റൈലല്ലേ, എങ്ങനെയുണ്ട്, കൊള്ളാമോ? എടാ, ഈ വരമ്പ് വെട്ടി വെക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 അക്ഷരം പഠിച്ചാൽ പഠിച്ചു കയറി പോകത്തില്ല. അയ്യോ, ഇത് വരമ്പ് പൊട്ടി വെച്ചേക്കണല്ല, ഇത് ഞങ്ങളുടെ പുതിയ പിള്ളേരെ സെറ്റിന്റെ ഇതാണ്, യോയോ ന്യൂ ജനറേഷൻ ഫ്രീക്ക്. പിള്ളാരി ചെറ്റ് 10-48 വയസ്സായി പറഞ്ഞു വരുന്നത് ഇവനെ ഞാൻ ചേട്ടാന്ന് വിളിക്കും. അത്ര പ്രായമുണ്ട്, അവൻ പിള്ളാരി ചെറ്റാന്ന്. അല്ല ഫ്രീക്ക്, ഇവരെ കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇവൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴേണ്ട കാര്യമില്ല. എന്നാ സാറേ മുടി ഇങ്ങനെ തൊഴുതല്ലേ നിൽക്കുന്നത്. എടാ, വല്ലതും പഠിക്കണ്ടായോടാ, പഠിച്ചിട്ട് വരണം. എന്ത് സാറേ, ഞാൻ കംപ്ലീറ്റ് പഠിച്ചു വെച്ചേക്കോല്ലേ, ഫുള്ള് തീർന്നു, എന്റെ റിവിഷൻ എല്ലാം കഴിഞ്ഞു. മറ്റന്നാള് പരീക്ഷയായിട്ട് ഇയാൾ മൊത്തം പഠിച്ചു മൊത്തം പഠിച്ചു വെച്ചിരിക്കുമല്ലേ. മിനിഞ്ഞാന്ന് പഠിപ്പിച്ച ഒരു ചോദ്യം ചോദിച്ചാൽ ഇയാൾ ഉത്തരം പറയുമോ? പറയും. സാർ ചോദിക്കും, ഞാൻ പറയും. ഒറ്റ മിനിറ്റ്. എടാ, നമ്മുടെ കോളേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിന്നെ കഴിയുന്ന എന്തെങ്കിലും കുറച്ച് പിള്ളേരെ ഇങ്ങോട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അടുപ്പിക്കണം. അതടുപ്പിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി നീ ചെയ്താൽ പറ്റും. എനിക്ക് ബുദ്ധിയും ശക്തിയും വിവരവും കൂടുതലാണല്ലോ. അതിലുപരി രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്കും എനിക്ക് സാധിക്കും. എനിക്കറിയാം അല്ലേ? അപ്പൊ ഞാനൊന്ന് പോയി റെഡിയാക്കിയിട്ട് വരാം. നല്ല രീതിയിൽ കുറച്ച് പിള്ളേരെ നമുക്ക് അഡ്മിഷൻ ആരംഭിക്കുന്നു. മറ്റല്ലേ, ഞാനൊന്ന് ശരിയാക്കിട്ടെ. ഓക്കെ ഓക്കെ, പോയിട്ട് വാ. ഉത്തരം പറയുമല്ലോ. മണി പോലെ ഉത്തരം പറയും. മിനിഞ്ഞാന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇയാളങ്ങ് പറഞ്ഞാൽ മതി. ചോദിക്കും. വൈദ്യുതിയുടെ പിതാവ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ആരെ? പറ. മണി. എടാ, ഇത് വൈദ്യുത മന്ത്രിയാണ്. എടാ, വൈദ്യുതിയുടെ പിതാവ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ആരാന്ന്? എന്നാണ്ടോ എന്റെ അമ്മച്ചോ അറിയാറുന്നുണ്ട്. അല്ല, ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞ അറിയാൻ പാടില്ല. എല്ലാം പഠിച്ച് റിവിഷൻ തീർത്തു വെച്ചിരിക്കുക. സാറേ, ഇവനെ എന്തോ ചെയ്യണ്ടേ പറഞ്ഞു കൊടുക്കുക. അയ്യോ, ഒന്നും ചെയ്യല്ല. അല്ല, നീ നാളെ വരുമ്പോ പിതാവിനെ വിളിച്ചിട്ട് വന്നാ മതി. ആരെ വൈദ്യുതിയുടെയോ? നിന്റെ പിതാവിനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി എന്ന്. വേണ്ട സാറേ, എനിക്ക് കുറച്ച് സംശയമുണ്ട്. ഞങ്ങളെ സംശയമാണെന്നോ? നിങ്ങളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ സംശയം അത് ഇവിടുത്തെ മയിൽക്കുട്ടികൾക്ക് പോലും അറിയാവുന്ന സത്യമല്ലേ. സാറേ, എന്റെ സംശയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സംശയമാണ് കേട്ടോ സാറേ. മലയാളത്തിൽ എനിക്ക് ഭയങ്കര സംശയം. മലയാളത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. മലയാള അധ്യാപകനാണ്, എല്ലാം ക്ലിയർ ചെയ്ത് തരും. മലയാള അധ്യാപകൻ ചോദിച്ചു. സാറേ, ഈ വീണ പൂവിനെ കുറിച്ചാണ് എനിക്ക് സംശയം. വീണത് പൂവാന്നോ കായാന്നോ നിന്റെ സംശയം? അല്ലെന്ന്, ഈ കുമാരനാശാന്റെ വീണ. കുമാരനാശാന്റെ വീണയോ? വീണ പൂവ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. കുമാരനാശാന്റെ വീണ പൂവിൽ പറഞ്ഞത് ആ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര, അതായത് അല്ലയോ പുഷ്പമേ. സാറേ, ഇതെനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് വരുന്ന 4 ലൈൻ അത് പറഞ്ഞ. ആ പുഷ്പമേ വേണ്ട, അത് വേണ്ട, അതെനിക്കറിയാം. ഇല്ല, 4 പേര് ഒരുമാതിരി പഠിച്ചൊപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നു. എന്നാ മറ്റേ 4 പേര് അങ്ങനെ പറഞ്ഞു കൊടുക്കും? എന്നതാ? അല്ല, ഈ ആദ്യത്തെ 4 പേരേ വരത്തുള്ളൂ, രണ്ടാമത്തെ 4 പേര് വരത്തില്ല. അയ്യോടാ, ആരാ പറഞ്ഞേ? ഞങ്ങളുടെ സിസിലി പറഞ്ഞാലേ ഇത് പരീക്ഷയ്ക്ക് വരുമെന്ന്. ഏത് സിസിലി? ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സിസിലി. അവള് പറഞ്ഞ അച്ചിട്ടാ വരും. അച്ചിട്ടാന്ന് നിനക്ക് അറിയാം? അവളെ നാക്ക് കരിനാക്ക വരും. എടാ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഈ കോളേജിൽ ഒറ്റ ഒരു പെണ്ണേ ഉള്ളു, സിസിലി. അവളെ നീ വഴിതെറ്റിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. ഞങ്ങൾ അവളെ പൊന്നോലി അല്ലേ സാറേ നോക്കുന്നത്? നീ പൊന്നുവനെ നോക്കിക്കൊണ്ടേ പണയം വെക്കായിരുന്നാ. ഇത് പറഞ്ഞു തന്നിട്ട് പോ. ഇവൻ വിടത്തില്ലല്ലോ. കുമാരനാശാന്റെ വീണ പൂ. രണ്ടാമത്തെ വരി എന്തോ പറഞ്ഞു കൊടുത്തേ? പെറ്റു ലത അൻപുടി ശൈശവത്തിൽ. അങ്ങനെ അല്ലേ?
അതാ സാറേ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഇവിടെ കൺഫ്യൂഷനാ. അതായത് ഹാ പുഷ്പമേ അധിക തുങ്ക അല്ലയോ പുഷ്പമേ. എന്റെ പൊന്നു പുഷ്പമേ, ഇതെനിക്കറിയാം. അത് കഴിഞ്ഞിട്ടുള്ള അതും പറഞ്ഞതാ. ഞാനൊന്ന് ജയിക്കട്ടെ. ലാളിച്ചു പറ്റില്ല അൻപുടു ശൈശവത്തി. അങ്ങനല്ലേ? എന്തോ സാറ് വിളിച്ചായിരുന്നു സാറേ? ഞാനൊന്നും പിടിച്ചില്ല. അല്ലാത്തപ്പോ ഇങ്ങനെ കിണുകിണാന്ന് വിളിക്കല്ലോ. ഒരു അപകടം വരുമ്പോൾ രക്ഷിക്കാൻ അറിയത്തില്ലല്ലേ? അല്ല ഒന്നുമില്ല സാറേ ഒന്ന് പറഞ്ഞതാന്നേ. അല്ല അയ്യോ ഭയങ്കര ദാഹം. ഇച്ചിരി വെള്ളം എടുത്തോളൂ. കുടിക്കുന്നില്ലേ? കുടിക്കുന്നില്ലേ? വെള്ളം കുടിച്ചോണ്ടിരിക്കുക, പിന്നെ എന്തിനാ കുടിക്കുന്നല്ലേ? അർത്ഥം ഞാൻ പറഞ്ഞുതരാം. സാറേ ഒന്ന് പറഞ്ഞതോ? ഒന്നുകൂടെ പറഞ്ഞേ. ലാളിച്ചു പറ്റുലതാൻപുടു ശൈശവത്തിൽ. അത്രേ ഉള്ളൂ. അത് നിസ്സാര അർത്ഥമല്ലോ. ഞാൻ പറഞ്ഞുതരാം. ലാളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ? ഇപ്പൊ ലാളിച്ചെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ എടുത്ത് ചീനിച്ചെട്ടിട്ട് ഇഞ്ചി കുരുമുളക് സബോള എല്ലാം കൂടി ഇട്ട് ഇളക്കി കൂട്ടുന്നല്ലേ ലാളിച്ചു. എടാ കിഴങ്ങ, അത് താളിച്ചു. അത് ലാളിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ സാറേ? അത് കൊഞ്ചിച്ചു. പിള്ളേരൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കത്തില്ല. ഓ അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പം അടുത്ത വരി എന്തോ? പെറ്റുലതാ. ആര് പെറ്റു? പറ. ലാളിച്ചു പെറ്റുലതാ. അതായത് കൊഞ്ചിച്ചു വളർത്തിയ ലത പെറ്റു. ബാക്കി അൻപുടു. അൻപുടു. ആ പുല്ലോട്ട് മാറി എന്തോ സാറേ? അൻപുടിനെ കുറുമ്പുടിനെ വെക്കാനുള്ള എന്റെ ടേബിള്. അങ്ങോട്ട് മാറിയിരിക്കട്ടെ. ബാക്കി പറ. ശൈശവത്തിൽ. ശൈശവത്തിൽ, അതായത് കൊച്ചിലെ എന്ന് പറഞ്ഞാൽ ലാളിച്ചു വളർത്തിയ ലത ശൈശവത്തിലെ പെറ്റു. കാരണക്കാരനാരാ? മുമ്പ് നമ്മളെ മാറ്റിയെടുത്തില്ലയോ? അൻപുടു. അവനാണ് എന്റെ കാരണക്കാരൻ. അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ അർത്ഥങ്ങളല്ല ഉള്ളൂ. സാർ എനിക്കൊരു വേറൊരു സംശയമുണ്ട്. നിർത്തിക്കേ. ഇനി സംശയം ഒന്നും വേണ്ട. നീ വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എനിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ, ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരാള് കഴിഞ്ഞ പ്രാവശ്യം 8 മാർക്ക് അല്ലയോ മേടിച്ചത്? ഈ പ്രാവശ്യം 1 മാർക്ക് കൂടെ മേടിച്ചാ മതി. 9. അല്ല 9 മാർക്കായാലും മേടിക്കണമെന്ന്. നീ വിട്ടുപോയേ. അതെ പക്ഷേ ഇപ്പൊ അവനോട് പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ? എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലാളിച്ചു പറ്റു. അതെ അതെ. ശരിക്കും ഈ അൻപുട് തന്നെയാണോ മറ്റേ ലതയുടെ? ഓ സമ്മതിക്കണം ഹെഡ് മാസ്റ്ററെ, സമ്മതിക്കണം. നിങ്ങൾ ഇത്ര ചോദ്യം ചോദിക്കുമെന്ന്. 2 കുപ്പി കള്ളും ഇച്ചിരി കപ്പ ഇച്ചിരി ഇറച്ചി കൂടി കിട്ടും. 2 കുപ്പി കള്ളും ഇച്ചിരി കപ്പ ഇച്ചിരി അച്ചിങ്ങ. ഇതെന്തുവായി കാണിക്കുന്നത്? ഇത് ട്യൂട്ടോറിയൽ കോളേജ്. ഇയാൾ എന്തോന്നും പറഞ്ഞേ പറയുന്നത്? അയ്യോ ഇത് കോളേജായിരുന്നു. എനിക്ക് എന്റെ പൊന്ന്, ഞാൻ ഷാപ്പാത്തോർത്ത് വന്ന് കേറിയതാ. മനസ്സിലായോ? ഇപ്പൊ നേരത്തെ ഓടിച്ചിട്ട് പോയില്ല അൻപുടു. അൻപുടു ഒരു അച്ഛനാ. സുരേഷിന്റെ അച്ഛനോ? അത് ശരി. ഇവിടെ ഇയാളെ ഇങ്ങനെ തപ്പി നടക്കുവായിരുന്നു. സാറേ ഫീസിന്റെ കാര്യം ചോദിക്കാം. തന്നെ ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. തന്റെ മകനോട് പഠിക്കുന്നുണ്ടല്ലോ. അവന് ഫീസ് തന്നിട്ട് 3 മാസമായി. ഇതുവരെ ഫീസ് തന്നിട്ടില്ല. അയ്യോ അത് എന്റെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഞങ്ങളുടെ കുഴപ്പം. പിന്നെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ കോളേജിന്റെ പലകമറ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ആ ഷാപ്പിന്റെ പലകമറ എടുത്ത് മാറ്റണം, അതും അല്ലെങ്കിൽ ആ ബോർഡ് എടുത്ത് മാറ്റണം. ഞാൻ രാവിലെ പീസുമായിട്ട് ഇറങ്ങുന്നതാണ് ഇങ്ങോട്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴി തെറ്റി നേരെ ആ ഷാപ്പിൽ ചെന്ന് കയറും. പിന്നെ ഇവിടെ ചെന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള പൈസ അവിടെ കൊടുത്ത് ഇച്ചിരി കള്ളും കുടിച്ച് ഇച്ചിരി കപ്പയും തിന്ന് ഇച്ചിരി ഇറച്ചി തിന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അത് എന്റെ കുഴപ്പമാണോ? ആണോ? ഒരു കാര്യം ചെയ്താറേ, ഇന്ന് ഷാപ്പിൽ കയറിയില്ലല്ലോ വന്നേ. അവിടെയാ നിങ്ങൾ തോറ്റുപോയത്. ഞാൻ രാവിലെ കയറി 2 എണ്ണം അടിച്ചിട്ട് വന്നു ഉള്ള പൈസ കൊടുത്തിട്ട്. നീ കട പഠിക്കാൻ വേണ്ടി കയറി വന്നു. അന്നേരം എങ്ങനെ പറ്റുന്നു? ഇനിയിപ്പോ ജോസ് ഒരു കാര്യം ചോദിച്ചു 250 രൂപ തരാം. എന്നിട്ട് ഞാൻ നമുക്ക് നാളത്തെ കള്ളിന്റെ പറ്റില്ല. ഇത് ഷാപ്പിലെ മാനേജല്ലേ? കിടക്കുന്നു വീണ്ടും തെറ്റി. മകനെ വിളിക്കും. സുരേഷിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടേ. ഇങ്ങോട്ടാ. പിന്നെ സാറേ അയ്യോ ചാച്ചായി എന്നെ ഇവിടെ. പക്ഷെ എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇവിടെ ഷാപ്പിലോട്ട് വന്ന എന്റെ ഇത് അറിയാൻ മേലാതെ ഈ കോളേജിലോട്ട് വന്ന് കയറിപ്പോയി പെട്ടുപോയി. ചാച്ചായി എന്തോ ചാച്ചയോട് പറഞ്ഞിട്ട് ഞാൻ കള്ളു പിടിച്ചു വന്ന എന്റെ കലാലയത്തിൽ വന്ന് എന്നെ നാറ്റിക്കരുന്നു. പഠിക്കുന്നതിന്റെ സംസാരമാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മകനെ കുറിച്ച് കുറച്ച് പരാതികളുണ്ട്. ഇവന്റെ മെയിൻ പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെ പഠിക്കുന്ന ഇവനെ പഠിപ്പിക്കുന്ന സന്ധ്യ ടീച്ചറെ എടി പൊടി ഇവൻ വിളിക്കുന്നത്. അയ്യോ അത് ചാച്ച എന്നാന്നറിയോ സ്വഭാവമാണ്. സന്ധ്യ ടീച്ചർ ആരാന്നറിയോ? നമ്മുടെ തെക്കലെ വർഗി ചാച്ചന് പെണ്ണാന്ന സന്ധ്യ. ഞാൻ അവളെ അങ്ങനെ പിന്നെ അങ്ങനെ വിളിക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞു, ഇതൊക്കെ ഒരു തെറ്റാണോ? ഇവൻ 10 പഠിക്കുമ്പോ അവൻ 7 പഠിക്കുവാണെന്ന്.
അപ്പൊ അവര് തമ്മിൽ എടാ പോടാ ബന്ധവാ. ഇവനെക്കാട്ടി മൂത്തതാ ടീച്ചർ. അതേന്ന് അവള് പഠിച്ച് ടീച്ചറായി. എന്റെ കുഞ്ഞി ചെളിക്കുട്ടി കിടന്ന് മരകിക്കുവാണെന്നോ. ചാച്ചാടി സങ്കടം കാണുമ്പോൾ മേടിച്ച് 2 മേടിച്ച് അടിക്കാൻ തോന്നുന്നു. ഇവൻ ചെളിക്കുട്ടി കിടക്കുന്ന കാര്യം എന്താ? ഒരു വക പഠിക്കത്തില്ല. ഇവന്റെ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്റെ പൊന്നു കുഞ്ഞ, ഞാൻ എന്റെ പെണ്ണുമ്പിള്ളയുടെ പേരിലോട് റേഷൻ കാർഡ് മാറ്റിയ പിന്നെ അതുപോലും കണ്ടിട്ടില്ല. ഇടക്കൊന്ന് കാണണം. ഇവന്റെ പ്രോഗ്രസ് കാർഡിന്റെ പ്രോഗ്രസ് കാർഡ് എടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഓർമ്മ വരുന്നത്. അതുപോലെ മാർക്ക് മേടിച്ചേക്കുന്നത് 98475000 അങ്ങനെയൊക്കെ മാർക്ക് മേടിച്ചേക്കുന്നത്. ഞാൻ ഇതിനോട് ചാച്ചായി പഠിപ്പിക്കാൻ പറ്റുന്ന കുഞ്ഞെ. ചാച്ചായി ഫാൻസി നമ്പർ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തന്റെ മകന്റെ പ്രോഗ്രസ് കാർഡ് താൻ കണ്ടോ? മാഷ് പറഞ്ഞ പോലെ താൻ കണ്ടോന്നതേ? കണ്ടോ? ആ പ്രോഗ്രസ് കാർഡ് എടുത്ത് മുമ്പിലേക്ക് കാണിക്കണം. എന്തിന്റെയാന്നറിയോ? ഏതെങ്കിലും നിർത്താത്ത ട്രെയിനിന്റെ മുമ്പില്. ആ ട്രെയിൻ തന്നെ നിക്കും. എന്താന്നറിയോ? എനിക്ക് മൊത്തം ചോപ്പ് ലൈനാ. എന്തിനാടോ അതൊക്കെ? ജോസെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്നോട് എന്നെ വേണമെങ്കിലും പറയാം. ഷാപ്പി കറി വെക്കുന്ന ഈ തങ്കമ്മയെ കൊണ്ട് എന്നെ വെറുതെ ചീത്ത വിളിപ്പിക്കും. ഞാൻ പറയാം. ചാച്ചായി തങ്കമ്മയല്ല, പിന്നെ ഞങ്ങളുടെ മിസ്. ഒട്ടും മിസ്സായില്ലോടാ അത്. തങ്കമ്മ ശാന്തമ്മന്നൊക്കെ വിളിക്കണത് ഞാൻ ആരാന്ന് വിളിച്ചിട്ടോ താനെ? ദേ വല്ലാണ്ട് എടുത്താലും പല്ലി ഞാൻ തനിക്കെന്നാ അറിയില്ല എനിക്ക്. സാറേ ഞാൻ പോവാണ്. എവിടെ പോണം? ക്ലാസ് എടുക്കാൻ പോവാണ്. സ്വഭാവമായത് എന്നാ ഇതിലും ഭേദം ഷാപ്പിലെ തങ്കമ്മ തന്നെയാ. മാലാകെ പോലെയാ. ആ പുള്ളിക്കാരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലോ സാറേ. ഈ പുള്ളിക്കാരനോട് സാധാരണ ഭാഷയെ സംസാരിച്ച ഉപമ ചേർത്ത് സംസാരിച്ചാലേ റെഡിയാകും. അതെ. ഞാനൊരു ഉപമയിലൂടെ റെഡിയാക്കി തരാം. പറഞ്ഞോളൂ. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഞാൻ ഉപമയിലൂടെ പറഞ്ഞു തരാം. എബ്രഹാം ലിങ്കനെ അറിയാവോ? പിന്നെ അറിയാം. എങ്ങനെ അറിയാം? ഞങ്ങൾ ഇന്നലെയും കൂടെ ഷാപ്പിൽ ഇരുന്ന് 2 കുപ്പി അടിച്ചേ. ഏത് ലിങ്കന്റെ കാര്യമാണ് പറഞ്ഞേ? ആ കുന്നേലെ എബ്രഹാം ലിങ്കനല്ലേ? അയ്യോ അതല്ല, അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ഉണ്ട്. പക്ഷെ എന്റെ പൊന്നു കുഞ്ഞാ, ഞാൻ അവരുമായിട്ട് ഒരു കണക്ഷൻ. എന്നാ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ലാളിച്ച് വളർത്തി വെള്ളമൊക്കെ ഒഴിച്ചും ഒരു മരം അങ്ങ് വളർത്തിയായിരുന്നു. വളക്ക് വളരെ സ്നേഹമായിരുന്നു പുള്ളിക്ക് ആ മരത്തോട്. ഒരു ദിവസം ഈ പുള്ളിയുടെ ചെറുക്കൻ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളിയുടെ മുന്നിൽ വെച്ച് തന്നെ കോടാലിക്ക് ആ മരം വെട്ടി അങ്ങ് മറിച്ചു. കൊച്ചവൻ. എന്നിട്ടും ആ പിതാവ് ആ ചെറുക്കനോട് ഒരക്ഷരം മിണ്ടിയില്ല. ഇതിൽ നിന്ന് ഇയാൾക്ക് എന്തോ മനസ്സിലായി പറ. എന്റെ പൊന്നു കുഞ്ഞെ, അവന്റെ കയ്യിലിരിക്കുന്ന എന്നെ കോടാലിയല്ലേ? അവനോട് വല്ലതും ചോദിച്ചാൽ അത് വെച്ച് വിളക്കത്തില്ല. പിന്നെ വല്ലതും ചോദിക്കുവോ? അത് നിങ്ങൾ ഈ വെള്ളമടി നിർത്തണമെന്നുണ്ടെങ്കിൽ യോഗ ചെയ്താൽ മതി. യോഗ. ഞാനിപ്പോ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ മാറ്റം വന്നറിയോ? കണ്ടോ? അതെ, ഇപ്പൊ ചാച്ചൻ ശീർഷാസനത്തിൽ നിന്നല്ലേ അടിക്കുന്നത്. നല്ല മാറ്റം. നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാം. എനിക്ക് നെപ്പോളിയൻ അറിയോ? നെപ്പോളിയനെ പിന്നെ അറിയാമോന്നോ? ചാച്ചൻ സ്ഥിരം അടിക്കുന്ന ബ്രാൻഡിലെ നെപ്പോളിയൻ. എടാ അതല്ലെന്ന്, മറ്റേ നെപ്പോളിയൻ. ഏത് നെപ്പോളിയൻ? ഓ, മറ്റേ ദേവാസുരത്തിലെ നെപ്പോളിയൻ. അറിയാം. കൊല്ലി ഞാൻ. എടാ ജോണോ പാട്ട്. ഇയാളെന്താ ഓണപ്പാട്ട് പാടിയത്? നിനക്ക് അറിയത്തില്ല പുള്ളി കൂടി പാട്ട്? ഓണപ്പൂവേ പൂവേ. പിന്നെ അതൊക്കെ മുത്തേ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടോ ഈ രാജ്യത്തെ അല്ല, ഈ ദേശത്തെ അല്ല, ഈ ലോകത്തെ തന്നെ ഏറ്റവും പഴയ തന്റെ മോന. ഇവനെക്കാട്ടി പഴയായിട്ട് ഒരു ചെറുക്കനും ഇല്ല. അതുകൊണ്ടാണ് ഇവൻ ജയിക്കാതിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. അല്ല, ഇയാളെന്ന് പറയാം ഇവനെക്കാട്ടി പഴയായിട്ട് നടക്കുന്ന ഏത് ചെറുക്കനാ ഇവിടെ ഉള്ളത്? പുതുതലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവനെപ്പോലും എന്റെ കുഞ്ഞ് അതൊക്കെ വെച്ച് നോക്കാൻ തങ്കക്കടവാ. എടോ ഇവനെക്കാട്ടി മോശമായിട്ട് ഏത് ചെറുക്കനാ ഉള്ളതെന്ന് പറഞ്ഞതാ. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയെന്ന് പ്രാർത്ഥിച്ച് ഒന്ന് റെഡിയാകാലോ എന്ന് പുറത്ത് ഞാൻ പള്ളിയിലേക്ക് ചെന്ന് കയറുമ്പോ പള്ളിക്കകത്ത് കത്തിക്കൊണ്ട് നിൽക്കുന്ന മെഴുകുതിയിൽ നിന്ന് ഒരു കുഞ്ഞിക്കാ ചെറുക്കൻ നിന്ന് സിഗരറ്റ് കത്തിക്കുന്നു. പള്ളിക്കകത്തോ? എന്നിട്ടോ അവനിട്ട് 2 അടി അങ്ങോട്ട് വെച്ച് കൊടുക്കത്തില്ലായിരുന്നു? കൊടുത്തോന്ന്. എന്റെ ശരീരം മൊത്തം ഇങ്ങോട്ട് വിറഞ്ഞ് കേറിയിട്ട് ഞാൻ അവന്റെ അടുത്തോട്ട് ചെന്നിട്ട് ഒരെണ്ണം കൊടുക്കാന്ന് പറഞ്ഞ കാലിങ്ങോട്ട് പൊക്കി ആണ്ട്രാ കിടക്കുന്നു. എന്റെ എളിയിൽ നിന്ന് പൈൻറ്റ് കുപ്പി എല്ലാം കൂടെ താഴോട്ട്. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ വാരി കുറ്റി അവന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളാതെ എങ്ങനെ ഇറങ്ങി പോയാൽ. ഒരു കാര്യം ചെയ്യ സാറേ, ഇത് ഭയങ്കര വെള്ളം. ഇവരോട് ഇപ്പം പറഞ്ഞിട്ട് കാര്യം. കാര്യം ചെയ്യ്, നാളെ രാവിലെ ഇങ്ങോട്ട് വരണം. ചെറുക്കന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. ശരി, എന്നാ ഞാൻ വിട്ടോട്ടെ. ചാച്ചാ എങ്ങോട്ടാ? ഷാപ്പിലോട്ട്. വിട്ടല്ലേ? ശരി, എന്നാ പൊക്കോണം. രാവിലെ ഫീസും കൊണ്ടെങ്കിൽ വരണേ. ഓ ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ ശരി, ചാച്ചായി അങ്ങോട്ട്. ആയിക്കോട്ടെ. സാറേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു സന്തോഷ വാർത്ത. നമ്മുടെ കോളേജിന്റെ റിസൾട്ട് വന്നു. പഴയതുപോലെ എല്ലാം തോറ്റു കാണും. ജയിച്ചെന്ന്. മൊത്തം പേരോ? അല്ല, ഒരാള് ജയിച്ചു. നീയാണ് മിടുക്കൻ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ രാഷ്ട്രീയപരമായ കൈകടത്തിലൂടെ ഞാൻ അങ്ങ് ജയിപ്പിച്ചു. ആരാന്നറിയാമോ? ആരാ ഈ ജയിച്ചത്? കോളേജിൽ എത്ര പെൺകുട്ടികളുണ്ട്? നിനക്കറിയാലോ, ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, നമ്മുടെ സിസിലി. അവളെ ഞാൻ അങ്ങ് ജയിപ്പിച്ചു. കൈയടി.
എടാ മഹാഭാവി, ആ പെങ്കൊച്ച് ആ സിസിൽ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദിവ്യനെ പോലുള്ളവന്മാര് ഈ കോളേജിലേക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അവൾ ഇവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തൻ ഈ കോളേജിന്റെ പടി പോലും ചവിട്ടൂല. നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ എന്റെ നാരായൺ കോളേജിന് ഇപ്പൊ കൂട്ടണ്ടി വരുമല്ലോ ദൈവം. ആ കാര്യത്തിൽ ഇനി വിഷമിക്കണ്ട. ഞാനൊരു വലിയൊരു ഐഡിയ പറയാം. നിങ്ങളുടെ ഈ കോളേജിന്റെ പേരെന്നാ? നാരായൺ. ആ നാരായം. ഈ നാരായം മാറ്റിയിട്ട് ചാരായം പാരൽ കോളേജിൽ നാക്കുവാണെങ്കിൽ എന്റെ ഫീസൊന്നും വെളിയിലും പോകത്തില്ല. എന്റെ റെക്കമെൻഡിൽ ഒരു 5-8 പേര് ഇവിടെ വരുകയും ചെയ്യും. അതല്ലേ നല്ലത്. എങ്ങനെയുണ്ട് ഐഡിയ? പഠിക്കാനാണോ? പഠിക്കാനല്ല, രണ്ടെണ്ണം അടിക്കാൻ. അങ്ങനെ നമ്മളൊരു പാരലൽ കോളേജിലെ കഥകളും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പാരലൽ കോളേജ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരേ സമയം അതൊരു പാരലൽ കോളേജിന്റെയും കള്ളുഷാപ്പിന്റെയും ഫീൽ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസ്? ഷാപ്പിന്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ആ കണ്ടോ, ഷാപ്പിന്റെ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ പാരലൽ കോളേജിലെ കഥകളൊക്കെ കണ്ടു. വിനിചേട്ടാ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഗ്രാമത്തിലെ പാരലൽ കോളേജുകൾ സാമ്പത്തിക ബാധ്യതയുടെ നടുവിലായിരിക്കും ഫസ്റ്റ്. ശരിയാ. ഇത് നടത്തിക്കൊണ്ട് പോകണ ആ പ്രിൻസിപ്പളിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമായിരിക്കും അത്. മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. ഈ പുള്ളിയുടെ ശനിദശയ്ക്കായിരിക്കും ഈ പുള്ളി കോളേജ് ഇട്ടത്. ഒരിക്കലും ഫീസ് കൊടുക്കൂലാത്ത കുറെ കുട്ടികളായിരിക്കും അവിടെ വന്നത്. പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ എന്തോ ഒരു അധ്യാപകൻ എന്നുള്ള അടങ്ങാനാവാത്ത അഭിനിവേശം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ കോളേജ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വരുന്ന ചേട്ടന്മാർ പഠിക്കാൻ വേണ്ടി വരുന്നല്ല, അവരുടെ അപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരവിടെ വരുന്നത്. ഇതേപോലത്തെ സെറ്റപ്പിലായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ അവരുടെ വീട്ടിലെ സെറ്റപ്പ് എന്നാന്ന് ഈ ലൂയിസ് ബായിയുടെ ഇത് കാണുന്ന പോലെയാണ്. വീട്ടിലെ സെറ്റപ്പ് എന്നാന്ന് അറിയാൻ പറ്റില്ല. അത് പുറത്തു വരുന്നത് ഇതുപോലത്തെ അച്ഛന്മാർ ചിലപ്പോൾ സ്കൂളിൽ അന്വേഷിച്ച് വരുമ്പോഴായിരിക്കും. അച്ഛന്മാരാണെങ്കിൽ അതിലേറെ തോൽവികളായിരിക്കും. വീട്ടിലെങ്ങാനും അച്ഛനെ വിളിച്ചുകൊണ്ടു വന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് പറയാം, അതെ അച്ഛനെ എങ്ങാനും വീട്ടിലേക്ക് പറഞ്ഞു വിടരുത്, അമ്മച്ചി തന്നെ വന്നു, അത് സാരി നല്ല സെറ്റപ്പില്. ഇതേപോലത്തെ സാറുമാരും മഴ പെയ്ത് അപ്പം തന്നെ ചൂണ്ടയിടാൻ പോകും. തന്നെ വല്ല ഈ കള്ളുകൂടിയന്റെ ഒരു സംഭവം ഓർത്തപ്പോഴാണ് നമ്മുടെ നാട്ടിലല്ല വേറൊരു നാട്ടില് അതൊരു കഥ ഓർമ്മ വരും. ഈ പുള്ളി രാവിലെ രാത്രി കുടിച്ച് വെളിവില്ലാണ്ട് ഞായറാഴ്ച ഏതോ ഒരു പള്ളിയുടെ എറാത്ത് കിടന്നുറങ്ങി. ശനിയാഴ്ച നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴത്തേക്കും വിശപ്പും പരവേശവും ദാഹവും ഒക്കെ ആയിട്ട് പുള്ളി എഴുന്നേറ്റിങ്ങനെ ഇരിക്കുക. ഇരുന്നിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും നിരത്ത് നിർത്തിച്ച് അച്ഛൻ എന്തോ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും പുള്ളി അച്ഛനിങ്ങനെ നോക്കി, എവിടെ നിന്ന് കേൾക്കണമെന്ന് ഇവിടെ അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് തരാൻ തരാൻ. അപ്പൊ പുള്ളി പറയും നാണക്കേടാണല്ലോ ഇവനല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കാം, തരാൻ ഓക്കേ. വീണ്ടും പുള്ളി ഇങ്ങനെ നിൽക്കും. വീണ്ടും അച്ഛൻ ഇത് കൊടുക്കുമ്പോ പുള്ളി അപ്പൊ അച്ഛൻ നോക്കും, ഇങ്ങനെ താന്ന്. അപ്പൊ കുറെ ആയി ഈ ആളുകളല്ല ഭക്തരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അച്ഛൻ്റെ അടുത്ത് ചെന്ന് വായും പൊളിച്ച് നിൽക്കുക. വായും പൊളിച്ച് നിന്നപ്പോ പുള്ളി ഈ ലോഹയുടെ ബട്ടൺസ് പൊട്ടിച്ച് പുള്ളിയുടെ വായിലും ഇട്ട് കൊടുക്കും. പുള്ളി ഭയങ്കര കടിയാ, ഇതെന്ത് ചെയ്യാൻ മുറിയുന്നില്ല. അപ്പൊ അപ്പുറം വെക്കണ ഒരു ഭക്തനോട് ചോദിക്കും, അതെ ഇതെന്നാ പുള്ളി വായിലിട്ട് തന്നെ? അതറിയില്ലേ, തിരുഹൃദയം എന്ന് പറഞ്ഞു. ഈ പുള്ളി പറയാറുന്നു, തിരുഹൃദയമായിരുന്നോ? കഷ്ടം, എനിക്ക് കിട്ടിയത് എല്ലും കഷ്ണമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടിയന്റെ ഒരു അനുഭവം. അപ്പം മൊത്തത്തിൽ ഇത് അടിപൊളിയായിരുന്നു. പാരലൽ കോളേജിന്റെ എല്ലാവിധ സംഭവങ്ങളും ടീച്ചറും സാറും കുട്ടികളും അച്ഛനും പ്രിൻസിപ്പളും എല്ലാം കൂടി ഗംഭീരമാക്കി. നല്ലതായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. ഇനി ഇങ്ങനെ തന്നെ പോട്ടെ. മൊത്തത്തിൽ നല്ലതായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. ശരി, ഓക്കെ. അപ്പൊ കണ്ടിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന് എത്രയാണ് റേറ്റിംഗ് തരേണ്ടത്, എത്ര സ്റ്റാർസ് ആണ് തരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓഡിയൻസ് ആണ്. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? നമുക്ക് 3 points 9ഉം അതുപോലെ 4 10ഉം ഉണ്ട്. അപ്പൊ ഒറ്റ സ്റ്റാർ കൂടുതൽ 4ലാണ്. അപ്പൊ നമ്മൾ കൂടുതലുള്ളത് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ 4 സ്റ്റാറിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് വീണ്ടും. അപ്പൊ 4 സ്റ്റാറാണ് ഇവർക്ക് ഈ ഒരു പെർഫോമൻസിന് ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചറും ഇവർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനെയും വിനി ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി ഇന്നത്തെ നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്ന ആളെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് അനീഷ് റാന്നി. സോ അനീഷ്, നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത്? സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് താരങ്ങളുടെ ശബ്ദാനുകരണമാണ്. ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലെ മധുസാറ് അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാം. എടോ രാഘവ, തെക്കേഴ് മകൾ കാർത്തിയാനിയുമായി നിനക്കെന്നതാണ് ബന്ധം? പ്രേമമാനും മണ്ണയംകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ പിന്നാലെ കൂടി ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോ നിനക്കവളെ വേണ്ട അല്ലടാ? പഴയകാല നിത്യഹരിത നായകൻ പ്രേംനസീർ സാറിനെ ഒന്ന് അനുകരിക്കാം. അമ്മാവന്റെ മകള് എനിക്കിഷ്ടമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഒരു യുവാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു യുവതിയെ കണ്ടുമുട്ടും. ആദ്യം കണ്ടപ്പോൾ വീണ്ടും കാണണമെന്ന് പോകും. അങ്ങനെ വീണ്ടും കണ്ടപ്പോൾ തമ്മിൽ എന്തൊക്കെയോ പറയണമെന്ന് നോക്കും. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവിടെയാണ് പ്രേമം പൊട്ടിമുളയ്ക്കുന്നത്. ആ ഇടയ്ക്കാണ് ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവത്തിന് ഉത്സവം കണ്ട് നടക്കുമ്പോൾ അടുത്തത് ഞാൻ സുകുമാരൻ, പഴയ ചിത്രത്തിലെ 80-90 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരു പിടി നല്ല കഥാപാത്രം അവതരിപ്പിച്ച വലിയ കലാകാരന് അന്വേഷിക്കാം. അയ്യോ പാവം, അമ്പടിക്കളി. മന്ത്രി വന്നു സീമനോട് പറഞ്ഞാൽ, സീഎം വന്നും മന്ത്രിയോട് പറഞ്ഞാൽ തനിക്കെന്ത് കോപ്പാണ്? ഒന്നെങ്കിൽ തോമാത്തിന് ഉത്തരം പറയുക, അല്ലെങ്കിൽ ഓമന പോയാൽ മറ്റൊരു ഓമന. പിന്നല്ലാതെ. അടുത്തത് നമ്മുടെ ഇൻഹരികർ നഗർ എന്ന ചിത്രത്തിലെ ഋഷഭാവ. ചിന്തയിലുണ്ടോ പണ്ട് തീരുമേട്ടിലെ ചായത്തോട്ടത്തിലെ പെൺപിള്ളാറുടെ വെട്ടരിവാളിന് വെട്ടേറ്റിച്ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരി പുതുമണപാടൻ, അവിടുത്തെ പുണ്ണാറ അനിയൻ ആ ദുഷ്ടാത്മാവിന്റെ ശവം തെമ്മാടിപ്പറമ്പിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടില്ല. പകരം ആ പുഴുത്തു നാറി ഇറച്ചിക്കിട്ട് ഇമാതിരി 10-25 കൂടി ചുമപ്പിച്ച് നാട് കാണിച്ച് നഗരി കാണിച്ച് കുന്തിരിക്കം പുകച്ച് കവറടക്കിത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. സിസ്റ്റർ അമലയുടെ ചേട്ടൻ എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം. പറ്റുമോ? ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകല്ലറ അലവാങ്കോട്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥികൂടം എടുത്ത് തിരിച്ച് തെമ്മാടിപ്പറമ്പിൽ ഇട്ടിട്ടേ തോമാച്ച തിരുവനന്തപുരത്തോട്ട് മടങ്ങിപ്പോവും. ബാടാ പിള്ളേരെ. കൊച്ചിൻ കലാഭവൻ എന്ന മിമിക്രി വേദിയിൽ കൂടി മലയാള സിനിമയുടെ വെള്ളിത്തിരയിലെത്തിയ പത്മശ്രീ ജയറാമേട്ടനും. അയ്യേ, വായടിക്കട്ടെ തിണ്ടി, ചത്ത ശവം പ്രേമിക്കാൻ പറ്റൊരു ചളുക്ക്. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു വിതിരി. ഏത് പള്ളി? പരുമല പള്ളി. ഈ അവിലെ പിടിക്കേണ്ടി സാമ്പാട്ടി കൂട്ടിനിക്ക് മനുഷ്യ വല്യ ബാബി ചെണ്ടി നോക്കി എന്റെ പിന്നാലെ നടന്ന നാടക്കടാർക്ക. വണ്ടി വിട് വണ്ടി വിട് വണ്ടി വിട് മോനെ. അടുത്തത് പകരം വെക്കാൻ ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ സാറിനെയാണ്. തിലകൻ സാറിന്റെ വോയിസ്. ഏപ്പാടത്ത് വലിയ തിരുമേനി എൻ്റെ ഗുരുവാ. ഒരു ജന്മത്തിലും ഈ ജന്മത്തിലും പാപം ചെയ്ത മഹേന്ദ്ര, 3-ാം നാൾ പച്ച ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട കുഞ്ഞിൻ്റെ ആത്മാവ് തന്നെ കൊണ്ടേ പോ. അന്ന് ബ്രിട്ടീഷുകാരൻ പകരമായി ചോദിച്ചത് മറ്റൊന്നുമല്ല, ഈ രാജ്യത്തിന്റെ പടനായകനായ ഇന്ദുചൂടന്റെ അതിസുന്ദരിയായ പത്നി ഭാനുമതിയെ എന്ത് വില കൊടുക്കും പ്രഭുവിന്റെ ആജ്ഞ നിറവേറ്റാൻ ടിപ്പു തീരുമാനിച്ചു. ജന്മത്തിൽ നിങ്ങളൊക്കെ ആരായിരുന്നറിയോ? അട്ടയായിരുന്നു.
വെള്ളി നക്ഷത്രം എന്നുള്ള സിനിമയിലെ ഡയലോഗാണ് അതെ. അല്ലേ? യെസ്, ഓക്കെ. അടുത്തത് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ഒരു പഴയ ഡയലോഗ്. ഓക്കെ. മേഴ്സി എൻ്റെ എല്ലാമായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി, എൻ്റെ മോളായിരുന്നു മേഴ്സി, എൻ്റെ അമ്മയായിരുന്നു മേഴ്സി. എന്നിട്ട് നിങ്ങൾ അവളെ കൊന്നു. എൻ്റെ മേഴ്സിയെ കൊന്നവരെ ഞാൻ കൊന്നു. നിയമത്തിൻ്റെ ഒരു പഴുത് പോലുമില്ലാതെ. ഓക്കെ. തമിഴ് സിനിമയുടെ പ്രകാശ് രാജ്. ഓക്കെ, പ്രകാശ് രാജ്. நாள மாட்டடா என்னடா செய்வேன் என் குமரன் கிங்கோஸ்டா கிங்கோஸ் யாரு தெரியுமா என் தம்பிடா 30 வருஷமா ஜெயிலுக்குள்ள அனுப்பிச்சிட்டாங்களா நான் செல்லா ஐ லவ் யூடா ஐ லவ் யூ. ഓക്കെ അനീഷ്, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അനീഷിന്റെ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചേച്ചിമാര്. എങ്ങനെയുണ്ടായിരുന്നു? പിള്ളേരെന്ത് പറയുന്നു? സൂപ്പർ. അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് സൂപ്പർ ആയിരുന്നതാണ്. ആൻഡ് നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. അനീഷ് ഏതാ സമിതിയിൽ ചെയ്യുന്നുണ്ടോ? ഞാൻ കൊല്ലം സിറായിക്കയുടെ കൂടെ ആയിരുന്നു ഒരു 3 വർഷം. പിന്നീട് വെളിയനാട് സുരേഷ് ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഞാൻ ആലപ്പുഴയിലെ ഷൈജു പുന്നപ്ര ടീം നയിക്കുന്ന ആശീർവാദ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. നിറയെ ഷോസ് ഉണ്ട്. ദൈവാനുഗ്രഹിച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാതെ പോകും. എല്ലാ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഒരുപാട് സ്റ്റേജുകളിൽ ഇങ്ങനെ പറന്ന് നടന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസാനേ, ഇതാണോ സ്ഥലം? തന്നെ ആയിരിക്കും. ഇവിടെ കിഴക്കെവിടെടാ? കലത്തിൽ. കലത്തിലോ? എന്തുവാ? കിഴങ്ങല്ലേ? കിഴങ്ങല്ല ചോദിച്ചടാ, കിഴങ്ങാ. കിഴക്ക് എവിടാന്നാ ചോദിച്ചത്? കിഴക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അവിടെ, അപ്പൊ അതായിരിക്കും കിഴക്ക്. ആ, സൂര്യൻ അവിടെ ആകുമ്പോ പടിഞ്ഞാറ് അവിടെ ആയിരിക്കും. കണ്ടോ എന്റെ ആശാന്റെ ജ്ഞാനം. അത് വലിയ ബുദ്ധിയാത്. കിഴക്കതാണെങ്കിൽ പടിഞ്ഞാറതാന്ന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാൻ പാടില്ല. ത്രിലോക ജ്ഞാനിയാ. നീ കിടിക്കാന്നാ? വല്ലവരും കളിയാക്കുന്നുണ്ട്, ചിരിക്കാനാണ് എന്നെ വന്നത്? അല്ല, പണിയാൻ വന്നു. പഠിക്കാനാ? നീ പഠിക്കുന്നു, നീ എന്നെ കളിയാക്കണ. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് എന്റെ അനുവാദം ഇല്ലാതെ ഒരു ഒറ്റ തടിയിലോ ഒറ്റ കാര്യത്തോ നീ ചെയ്തു പോരുത്, മനസ്സിലായല്ലോ? അതെന്തോ ആശാൻ അങ്ങനെ പറയാം? നീ അങ്ങനെ ചെയ്യണ്ട. അതെ, ഹലോ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? എന്താ? അദ്ദേഹത്തിന്റെ ആശാനല്ലേ നിങ്ങൾ? അതെ. അദ്ദേഹത്തിന് ഒരു തടിയിലും തൊടിക്കാതെ അയാൾ എങ്ങനെയാണ് പണി പിടിക്കുന്നത്? നിങ്ങളെ വിശ്വസിച്ച് അങ്ങനെ കൂടെ നടക്കുമ്പോൾ അയാൾക്ക് പണി പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ വരുന്നത്? സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അതെ, അയാൾക്ക് തടി പണിയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയുന്നത്. കൊടുത്താലേ പയ്യനെന്തെങ്കിലും നിങ്ങളെ പോലെ പണിക്കാരനാകുമ്പോഴോ? ഒരു പ്രാവശ്യം ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തത് നിങ്ങൾക്ക് അറിയാവോ? രമണി ടീച്ചറിന്റെ വീട്ടിലെ കക്കൂസിന് കഥ ഇടാൻ ഇവനെ സ്വാതന്ത്ര്യം കൊടുത്തു. ഇവനെ അവിടെ വിട്ടു. യവൻ അവിടെ ചെന്ന് കക്കൂസിന് കഥ വിട്ടു. നിങ്ങൾക്ക് അറിയണോ? കക്കൂസിന് സാധാരണ കഥ ഇടുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇടുമല്ലോ മുകളിൽ. ഇവൻ എവിടെ ഇട്ട ഗ്യാപ്പ് എന്നറിയോ? താഴെ. ഈ യവന് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായോ? അതുകൊണ്ടാ പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരു പണിയും നീ ചെയ്യരുതെന്ന് പറഞ്ഞത്. ആശാനെ, എന്നെ പഠിച്ചാലും പഠിച്ചില്ലേലും എനിക്ക് ഇന്ന് വൈകിട്ട് 500 രൂപ കൂടുതൽ തരണം. അതെന്തിനാണ് 500 രൂപ? എന്റെ ഭാര്യയുടെ മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ. എന്തിനാ? മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ. ഭാര്യയുടെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാനോ ഒരു 500 ഇട്ട് 1000 അങ്ങ് തരാം. അതെന്തിനാ? നിന്റെ ഭാര്യയുടെ നാക്കൂടെ സ്ട്രൈറ്റ് ചെയ്യാൻ. അവിടെ ചീത്തവടി കൊണ്ട് എനിക്ക് അയലത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് അത്രയ്ക്ക് ചീത്തവടിയാണ്. ആശാനെ, ഭാര്യമാരെ കുറിച്ച് അങ്ങനൊന്നും പറയരുത്. എന്താ? ഭൂമിദേവി അറിയാവോ? ഭാര്യമാരോ? ആന്ന് ഉറങ്ങി കിടക്കുമ്പോ ഉണർന്നില്ല. നീ കണ്ടിട്ടുണ്ടോ ഭാര്യമാരെ? പുലാൻദേവിയാ, പുലാൻദേവി. അറിയാവോ? എന്റെ ഭാര്യയുടെ കാര്യം എനിക്ക് അറിയാം. നിന്റെ ഭാര്യയുടെ കാര്യം ഒന്ന് പറയണ്ട. അല്ലെ ഞാൻ ചോദിച്ചോടാ, നിന്റെ വീട്ടിലുള്ളവർക്കല്ല ഈ മൂളാനെ അറിയത്തുള്ളൂടാ. നാക്കില്ലേ, സംസാരിക്കത്തില്ലേ? അതാ എനിക്ക് പറഞ്ഞേ. ഞാൻ ഇവരോട് ഒരു ദിവസം ഇവനെ തിരക്കി അവന്റെ വീട്ടിൽ ചെന്നു. എല്ലാവരും മൂളുവാണ്. അത് ഇവന്റെ അച്ഛനെ കണ്ട് ഞാൻ ചോദിച്ചു, രാജു ഇവിടെ ഉണ്ടോ? രാജു അച്ഛൻ ഒരൊറ്റ പോക്ക്, ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ പോകുന്നത്? അപ്പൊ അവരുടെ അമ്മ വന്നു. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ രാജു ഇവിടെ ഉണ്ടോ? എന്താ ഒരൊറ്റ പോക്ക്. ആണെന്നേ. പിന്നെ അവസാനം എൻ്റെ ഭാര്യ വന്ന്. ഭാര്യയോട് ഞാൻ ചോദിച്ചു, ഈ രാജു ഇവിടെ ഉണ്ടോ? നിന്റെ ഭർത്താവ് രാജു ഇവിടെ ഉണ്ടോ? അപ്പോൾ ഒറ്റ മുഴുവൻ പോക്ക്. ഇതെന്താ ഇങ്ങനെ ഇത്? എനിക്കറിയത്തില്ല. എടാ, ഞാൻ ഇത് വല്ല അസുഖം നിനക്കുണ്ടോ ഈ അസുഖം?
ചോദിച്ച് ഞാൻ ഇനി എടുത്തു കേട്ടോ. ആശാനെ പെണങ്ങല്ല ആശാനെ എന്നും പറഞ്ഞ എന്റെ വീട്ടിൽ വരാതൊന്നും ഇരിക്കരുത്. എന്തിന്? വീട്ടിൽ ചെറിയ വിശേഷമൊക്കെ. വിശേഷം എന്താ വിശേഷടാ? അനിയന്റെ കല്യാണമൊക്കെ റെഡിയായി. ആ കല്യാണം റെഡിയാണ്. എന്നാടാ കല്യാണം? നീ പെണ്ണ് കാണണം. ഇവന് ഭ്രാന്താണോ ഇവന്? പെണ്ണ് കാണാൻ പോന്നോ? അല്ല പെണ്ണ് കണ്ടിട്ട് വേണ്ടേ കല്യാണം? അത് പെണ്ണ് കാണാൻ പോന്നോ? എന്നാ പോകുന്നത്? ഒരു ബ്രോക്കറോട് വല്ലതും പറയണം, പറ്റുന്ന പെണ്ണ് വല്ലതും ഉണ്ട്. ബ്രോക്കറിനോട് പോലും പറഞ്ഞില്ല ഇതുവരെ കല്യാണം റെഡി ആയെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കുന്ന ഞാൻ വിചാരിച്ചു. അല്ല ആശാനെ അവനുള്ള പെണ്ണിനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? അവനാണെങ്കിൽ ഭയങ്കര സങ്കല്പം അവൻ കിട്ടുന്ന പെണ്ണിനെ. എന്താ സങ്കല്പം? അതായത് മാനിന്റെ കണ്ണായിരിക്കണം. മാനിന്റെ കണ്ണ്. മയിലിന്റെ അന്നനട നടത്തമായിരിക്കണം. ശരി ശരി. മയിലിന്റെ അന്നനടയോ? ചുണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തയുടെ ചുണ്ട് പോലെ. തത്തയുടെ ചുണ്ട് പോലെ ഇരിക്കണം. പിന്നെ അരി പെറുക്കി തിന്നാനാണ്. ആ എന്തോ അറിയത്തില്ല, കേക്കട്ടെ. പക്ഷെ പൊക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഒട്ടകത്തിന്റെ പൊക്കം വേണം. അപ്പം മാനിന്റെ കണ്ണ്, തത്തയുടെ ചുണ്ട്, അന്ന നടത്തം, ഒട്ടകത്തിന്റെ പൊക്കം. ഈ മനുഷ്യൻ്റെതായിട്ടുള്ള ഒന്നും വേണ്ട ഇതിന്റെ അനിയൻ. അത് വേണം, അത് വേണം. എന്നിട്ട് എല്ലാം മൃഗങ്ങളുടെ ഏതെങ്കിലും വേട്ടക്കാരനോട് പറയടാ, അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി തരും നിനക്ക് പെണ്ണിന്. നിങ്ങൾ കുറെ 1 മണിക്കൂറായാലും വന്നിട്ട് സംസാരിച്ച് നിൽക്കാതെ പണി തുടങ്ങിയിട്ടില്ല. അത് ശരി, അത് ഒരു കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോ അങ്ങനെ അങ്ങോട്ട് പോയതാണേ. കറക്റ്റായിട്ട് വൈകിട്ട് പൈസ. അതല്ലേ ഇവിടെ കന്നിമൂല ഏതാടാ? കന്നിമൂല അതായിരിക്കും. കന്നിമൂല അതാണോ കന്നിമൂല? നീ ഇപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്, പിന്നെ ഇവിടുത്തെ കന്നിമൂല നിനക്ക് എങ്ങനെ അറിയാം? അവിടുന്നല്ലേ നല്ല കഞ്ഞിയുടെ മണം. എടാ കന്നിമൂലയല്ലടാ, കന്നിമൂലയാണ് ചോദിച്ചത്. കന്നിമൂല. ആ നീ ഒരു കാര്യം, ആ തടിയെ നോക്ക്. തടി നോക്കേ. അവസാനേ ആ തടി കണ്ടിട്ട് ഊട്ടിയാണെന്ന് തോന്നുന്നു. തടിയേ ഊട്ടിയാണെന്ന് തോന്നുന്നു. ഊട്ടിയല്ലടാ, കൊടൈക്കനാല്. അത് ഈട്ടിത്തടിയാടാ, ഈട്ടിത്തടി. ആ തടി ആണാണോ പെണ്ണാണോ നീ കൊട്ടുപിടി വെച്ച് തട്ടി നോക്കിയേ. കൊട്ടുകൂടി തട്ടി നോക്കാനോ? ആ അതെങ്ങനെ മനസ്സിലാപ്പോ ആണാണോ പെണ്ണാണോ? അതങ്ങനെ വിദ്യ ഉണ്ട്, അതൊന്നും അറിയില്ലല്ലേ. നമ്മൾ ഈ തടി ആണാണോ പെണ്ണാണോ നോക്കുന്നത് തടിയിൽ ഇങ്ങനെ തൊട്ട് നോക്കും. അതായത് തടി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ വന്ന് ചുറ്റി വെച്ച് ഒറ്റയടി, ഒരു നാണമില്ലാതെ അനങ്ങാതെ കിടക്കും, അത് ആൺതടിയാണ്. മനസ്സിലായില്ലേ? അതേപോലും നമ്മൾ ചുറ്റി വെച്ച് ഒറ്റയടി അടിച്ചാൽ റബ്ബർ പന്ത് പോലെ തെറിച്ച് നമ്മുടെ തോളെ കയറി വന്നാൽ അത് പെൺതടി. തെറിപ്പുള്ളത് പെണ്ണ്, നാണമില്ലാതെ കിടക്കുന്നതാണ്. ആണല്ലേ? അങ്ങനെയാണ്. ശരി. അല്ലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? നിങ്ങൾ എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ ഏതാണ്ട് 10-35 വർഷമായി. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സോളമായി. ആണല്ലേ? ഈ തടിയോടൊക്കെ പണ്ടത്തെ കാരണന്മാര് പറയണത് എന്താണെന്നറിയാമോ ഉല്ലാസ് ഭായി? തടിയോടൊക്കെ നമ്മൾ അനുവാദം ചോദിച്ചിട്ടേ. ഇപ്പൊ ഒരു കാട്ടിൽ ചെന്ന് തടി വെട്ടാൻ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ പക്ഷിമൃഗാദികളോട്, കുരങ്ങനോട്, അവിടുത്തെ എല്ലാവരോടും ചോദിച്ചിട്ട് വേണം തടി വെട്ടാൻ. അതിന് നോവരുത്. അതിനോട് അനുവാദം ചോദിച്ചിട്ട് അനുവാദം തന്നാൽ മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണോ? മരത്തിന്റെ അനുവാദം മേടിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യടാ, ഇനി നമ്മൾ തടി വെട്ടുമ്പോ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ വെട്ടിക്കോട്ടെ, അനുവദിക്കണേ എന്ന് അനുവാദം ചോദിച്ചിട്ട് ഒന്ന് തടി ഒന്ന് വളച്ച് നിർത്തി, കയറി കെട്ടി വളച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വളച്ച് നിർത്തുമല്ലോ. അപ്പൊ ഒരു അനസ്തേഷ്യം കൂടെ കൊടുത്തിട്ട് തടി മുറിക്കും. അങ്ങനെ ആകുമ്പോൾ വേദനിക്കത്തില്ല. ഒന്ന് പോടാക്കെ എന്താണ് ഇതൊക്കെ പറയുന്നത്? അത് പോട്ടെ, ഞങ്ങൾ പണി മുടങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് 1 ലോഡ് മണൽ വേണം. 1 ലോഡ് മണലോ? 1 ലോഡ് മണല്. മണൽ എന്തിനാണ് ഇവിടെ? തടിപ്പണിക്കല്ലേ നിങ്ങൾ? തടിപ്പണിക്കാണ്, അതാണ് പറഞ്ഞത്. മണൽ വേണം, 1 ലോഡ് മണൽ വേണം. തടിപ്പണിക്ക് എന്തിനാ മണല്? ഞങ്ങൾക്ക് ഉളി തേക്കാൻ 1 ലോഡ് മണൽ വേണം. അപ്പൊ തേപ്പാണ് മിക്കവാറും. അതൊക്കെ അങ്ങനല്ല, പറഞ്ഞു പറഞ്ഞ എന്നെ പറ്റി. എന്റെ ആശാനെ കുറിച്ച് അങ്ങനൊന്നും പറയാം. ഞാൻ പറഞ്ഞേക്കണം, ഞാൻ പെരുന്തച്ഛന്റെ അല്ല, പെരുന്തച്ഛന്റെ ഫോട്ടോ വെച്ച് പണി തുടങ്ങുന്ന ഒരു തടിപ്പണിക്കാരനാണ് ഞാൻ. മനസ്സിലായില്ലേ? മാത്രമല്ല ഞാൻ തടിയിലും കല്ലിലും പണിയും. തക്കം കിട്ടിയ വീട്ടുകാർക്കിട്ട് പണി. ഇവൻ എന്തിനാണ് വന്നത്? എന്റെ കൂടെ പണി പഠിക്കാൻ വന്നതോ അത് എന്നെ കൊച്ചാക്കാൻ വന്നതോ? അല്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് എനിക്കത് പണി അങ്ങ് തുടങ്ങിയാ. നമ്മൾ ഇന്ന് പണിയുന്നില്ല, നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു വെക്കാനായിട്ട് വന്നതാണ്. മോഷ്ടിക്കാൻ വന്നോ? അല്ല, ഈ സ്ഥലം കൂടി എനിക്ക് ഇന്ന് കോടതി വരുന്നുണ്ട്, ഒരു വാദമുണ്ട്. കോടതിയില? ആ, വക്കീലാണോ? വക്കീലല്ല, ഇതെന്റെ കേസിന്റെ അവസാനത്തെ വിധി പറയുന്നത്. കൊലപാതകീനെയൊക്കെയാണ്. കൊലപാതകം എന്ന് പറയരുത്, ഒരു അബദ്ധം പറ്റിയതാണ്. എന്താ പറ്റി? മറ്റൊന്നുമല്ല, എന്റെ ആശാനും ഞങ്ങളുടെ ഒരു വീട്ടിൽ പണിയാൻ പോയി. അപ്പൊ ഇവിടെ കഥക് പിറ്റിയായിരുന്നു. കഥക് പിറ്റി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ആ കഥക് ചാരിപ്പാതെ മറിഞ്ഞു പോകുന്നത് പിടിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് ഇങ്ങനെ കഥക് ചാരി പിടിക്കുകയാണ്. ആ ആശാനത്തിൽ എന്റെ മേളിക്കട ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ട് ഇങ്ങനെ മുറിക്കൊണ്ടിരിക്കുകയാണ്. അത് മുറിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഡേയ് നീ ആ വീതുളി ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പൊ കഥകിന് പിടിവിടാൻ പറ്റത്തില്ലല്ലോ, നീ ഒന്ന് ഇന്ന് കാണിച്ചേ. ഇങ്ങനെ നിന്ന് പിരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? വീതുളി എടുക്കാൻ പറഞ്ഞേ, ഡേയ് ആ വീതുളി എടുത്താടെ. ഞാൻ കഥകിന് പിടിവിടാതെ വീതുളി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് തീർന്നു, വെള്ളയ്ക്കാ തീർന്നു. അങ്ങനെ അബദ്ധം പറ്റി, അല്ല മനഃപൂർവ്വമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കേസ് ഒന്ന് നോക്കിയിട്ട് ഞാൻ വരാം. നല്ല ഗുരുത്തുള്ള പണിക്കാരനാണ്. നെടുമങ്ങാട് ചെല്ലപ്പൻ എന്ന് പറഞ്ഞാൽ ആരും അറിയും. നെടുമങ്ങാട് ചെല്ലപ്പൻ. അപ്പൊ ആ ആള് നിങ്ങളാണ്. സൂപ്പർമണി. സൂപ്പർമണി, അത് എനിക്ക് മനസ്സിലായി.
എൻ്റെ ചേട്ടനെ ഗൾഫിലായിരുന്നു. ഉല്ലാസമായി കേൾക്കണം. എൻ്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു. പുതിയൊരു വീട് പണിതിട്ട് പാലുകാച്ചിന്റെ അന്ന് ഫ്രണ്ട് ഡോർ മലക്കം മറിഞ്ഞങ്ങ് വീണു. അതെങ്ങനെ? കൊത്തുപണിയൊക്കെ ചെയ്ത് ഭയങ്കര വിലയുള്ള വീടിന്റെ ഫ്രണ്ട് ഡോർ മറിഞ്ഞു വീണെന്ന്. അത് ആരാണ് പണിയത്? ആ പാലുകാച്ചന്റെ ഈ പുള്ളി പണിത്. എവിടുത്തെ കാര്യം പറഞ്ഞത്? അതായത് എവിടെ നെടുമങ്ങാടല്ലേ, നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോ 4ാമത്തെ വീട്, ആ വലിയ വീടില്ലേ ഗൾഫുകാരന്റെ, ആ വീട് നിങ്ങളാണ് പണിത് അല്ലേ? അതിന്റെ ഫ്രണ്ട് ഡോർ ആണ് മറിഞ്ഞാടി എന്ന് പറഞ്ഞേ. പാലുകാച്ചിന്റെ അതങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. മറിഞ്ഞു. അങ്ങനെ പറയാൻ സാധ്യതയില്ല. കഥ അങ്ങനെ പറയാം. നമ്മൾ പഠിക്കുന്ന കഥ അങ്ങനെ പറയത്തില്ല. അതിനെ ഞങ്ങൾ പിന്നെ നുണ പറഞ്ഞാന്നാണ് പറഞ്ഞത്. പാലുകാച്ചിന്റെ അന്നാ ഡോറ് മറിഞ്ഞു വീണു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ സാറേ. മറിഞ്ഞു വീണു അവരല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞേ. വീണെങ്കിൽ ഒരു കാര്യം എനിക്ക് സംശയം, എന്റെ സംശയം ഇതായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ആ കഥ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്തു കാണും. ഇല്ലെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല. കഥക് പണിയുന്നത് തുറക്കാനോ അടയ്ക്കാനോ ആണെന്നല്ല എനിക്കറിയാം. പിന്നെ പക്ഷെ ആ വീട്ടുകാരെന്തോ പറഞ്ഞറിയോ, നല്ല കൊത്തുപണിയുള്ളൊരു കഥ നല്ല ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റ് ആയിരിക്കണം എന്നാ എന്നോട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ചെയ്തത്. പിന്നെ കഥക് തുറക്കാനോ അടക്കാനോ ആണെന്ന് അവരെന്നോട് പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിജാവിരിയുടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. വിജാവിരിയുടെ സാധനമുണ്ട്, അത് ഫിറ്റ് ചെയ്യാൻ അവരെന്നോട് പറഞ്ഞില്ല. ഇയാൾ എവിടുത്തെ മേച്ചിരിയാണോ? അതോട് കഥോ പണിയുമ്പോ അറിയത്തില്ല വിജാവിരി ഫിറ്റ് ചെയ്യണോ? അയ്യേ, അത് എന്നോട് പറയണം. തുറക്കണോ അടക്കണോ എന്നോട് പറയണം. കഥവിന്റെ ഫ്രണ്ട് ഡോർ ഫിറ്റ് ചെയ്യണം ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇത് പറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ യുക്തിയുള്ളൂ, ഇത്രയുള്ളൂ യുക്തി. ഞാൻ എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അത് യുക്തിപൂർവ്വം ആ വർക്ക് ചെയ്ത് കൊടുക്കണ്ടേ? ഞാനൊന്ന് ഒരു ചോദിച്ചു, കഥവ് പണിയുമ്പോ അതിനകത്ത് വിജാഗിരി ഫിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ യുക്തിപൂർവ്വം പണിയോ? ഞാനാണ് യുക്തിപൂർവ്വം യുക്തിപൂർവ്വം പണിയുന്ന ആളാണോ? ചെയ്യും. ഉറപ്പാണോ? ഇയാളെ കൊണ്ട് ഉണ്ടാക്കും. ഇന്നത്തെ പണിയല്ല, ഞാൻ ചെയ്യുന്നില്ല. യുക്തി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള മേശരി ഉണ്ട്. And that's all for today. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം us.